നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലെ രാജലക്ഷ്മിയെ ഋതു വിളിക്കുകയാണ്. ഋതു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ജിത്ത് എന്തിനാ ഗുളിക കഴിക്കണമെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, ഗുളിക കഴിക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? അവൻ ഗുളികയോ വെള്ളമോ എന്തൊക്കെയാ കഴിക്കണമെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിന് അവിടെ നിന്റെ കൂടെ അല്ലേ താമസിക്കണേ. അത് കേട്ടപ്പം ഋതു പറഞ്ഞതേ, നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കാൻ പോകണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉള്ള സത്യം പറയാൻ നിനക്ക് നല്ലത്. എടി സത്യം പറഞ്ഞല്ലേ നീ എന്ത് ചെയ്യും? എന്നെ തൂക്കിക്കൊല്ലുവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നിനക്കൊന്നും അറിയണ്ടല്ലോ. നിനക്ക് നിന്റെ കെട്ടിയോനും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമല്ലേ. ഞാനിവിടെ കിടന്ന് അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയത്തുള്ളൂ. എടി അവിടെ ഫോറസ്റ്റുകാർ വന്നിട്ട് നീയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നോട്? ഇല്ലല്ലോ, ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ഋതു പറഞ്ഞു, പിന്നെ അത് വിളിച്ചു പറയാലേ എനിക്ക് സമയം. അതേടി, എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കോ നിന്റെ കെട്ടിയാനോ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പാറു ഉണ്ടല്ലോ, പാറു എന്നോടൊപ്പം നിന്നു. പനിച്ച് വിറച്ച് കിടന്ന് എന്നെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു. എനിക്ക് മെഡിസിൻ കൊണ്ടേ തന്നു. പിന്നെ എന്നോടൊപ്പം ചേർന്ന് കിടന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ച്. എടി അവളാണെടി എന്റെ മരുമോള്, അല്ലാതെ നീയല്ലെന്ന് പറയണേ. ഇതേ തള്ളേ, അതൊന്നും ചോദിക്കാൻ വേണ്ടിയല്ല ഞാനിപ്പോ വിളിച്ചേ. ഉള്ള സത്യാവസ്ഥ പറ, എന്തിനാ ജിത്ത് മെഡിസിൻ കഴിക്കണേന്ന്? അത് അവനോട് തന്നെ പോയി ചോദിക്ക്. എന്നോട് ചോദിച്ചിട്ട് എന്ത് കാണിക്കാനാ? ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. എടി നീ അത് കണ്ടുപിടിക്കാൻ നടക്കുന്ന സമയത്ത് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ നല്ല രീതിയിൽ വളർത്തി ജീവിക്കാൻ നോക്കോ. ഓ അങ്ങനെയാണല്ലേ. നിങ്ങളുടെ മകനൊരു വിചാരം ഉണ്ടായിരിക്കും, ഒരു ഗർഭം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ദേ അവന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ അടിയറവ് പറഞ്ഞ് നിൽക്കുന്നു. അതൊക്കെ വെറും തോന്നൽ മാത്രം അവന്റെ. അങ്ങനെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പനിയുടെ തലവേദനയുടെ ഗുളികയൊന്നും അല്ല കഴിക്കണേന്നുള്ള കാര്യം എനിക്കറിയാം. ആ ഗുളിയുടെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. അപ്പോഴേക്കും രാജലക്ഷ്മി ഒന്ന് ഞെട്ടി. നിങ്ങൾക്കതാ പേടിയാവുന്നുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് വേണമെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് ഋതു കോള് കട്ട് ചെയ്തു. രാജലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനായി. അവൻ കഴിക്കുന്ന മെഡിസിൻ എന്താണെന്ന് രാജലക്ഷ്മിക്ക് അറിയാം. ഭ്രാന്തിന്റെ ഗുളികയാ. അത് അവളോട് പറയാൻ പറ്റില്ലല്ലോ, ഋതുവിനോട് പറയാൻ പറ്റില്ലല്ലോ. ചതിയിലൂടെയാണല്ലോ കല്യാണം നടന്നിരിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി രാജലക്ഷ്മി. അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ എന്റെ ഋതു എങ്ങനെയും കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതേ സമയത്ത് ലക്ഷ്മിയമ്മ ആഹാരം കഴിക്കാനായിട്ട് എടുത്തു വെച്ചു. അപ്പൊ പുറത്തുനിന്നായിരുന്നു ആഹാരം കൊണ്ടുവന്നത്. പക്ഷെ ആ കഴിക്കാൻ എടുത്തെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ലക്ഷ്മിയമ്മ ഓരോന്നൊക്കെ ആലോചിക്കുകയാണ്. വേണുവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ വേണുവേട്ടൻ തന്റെ നേർക്ക് കൈ ചൂണ്ടി പറഞ്ഞ്, നീ ഒരുത്തൻ്റെ കൂടെ അന്തി ഉറങ്ങിയവളല്ലേടി. വന്നിട്ടോ അവന്റെ കിടപ്പറ പങ്കിട്ട് അവന്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് നിനക്കൊരു കുത്തലും തോന്നിയില്ലേ എന്നോടൊപ്പം വന്ന് ജീവിക്കാനായിട്ട്? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു, ആഹാരം കഴിക്കാതെ അത് പുറത്തേക്ക് എടുത്തിട്ട് വേസ്റ്റ് ബിന്നിനകത്ത് ഇടുവാണ്. ആ സമയത്താണ് പല്ലവി സേതു അങ്ങോട്ട് വരുന്നത്. അപ്പം ലക്ഷ്മി അമ്മ തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ലക്ഷ്മി അമ്മ അവരെ കണ്ടതുമില്ല. അങ്ങനെ അവർ വന്ന് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഭക്ഷണം അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിനകത്ത് ഇട്ടിട്ട് ലക്ഷ്മി അമ്മ മുറിയിലേക്കും കയറിപ്പോയി. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ റൂം പോയി പറഞ്ഞു, അതെ ഇന്നിവിടെ ഭക്ഷണം കിട്ടത്തില്ല, ഇന്ന് റെസ്റ്റോറൻറ്റ് അവധിയാണെന്ന് പറയണം. ഓ അത് മനസ്സിലായി. പക്ഷെ എന്നാലും ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തു പോയി ഫുഡ് വാങ്ങിക്കണം അല്ലേ? അതെ, പുറത്തു പോയി ഫുഡ് വാങ്ങിക്കണം. ശരി, അതാ ഒരു വലിയ കഷ്ടം. പിന്നെ റൂം ബോയ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയോട് പറഞ്ഞു, ഞാൻ കരുതി ഇന്ന് ഇവിടെ വന്നിട്ട് മുറിയിൽ തന്നെ ഇരിക്കാന്ന്. പുറത്ത് പോകണം, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ ചെയ്തേട്ടാ പുറത്തു പോയി ആഹാരം മേടിച്ചോണ്ട് പോരെ. പിന്നെ അങ്ങനെ പുറത്ത് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും മുറിയിൽ തന്നെ ഇരിക്കായിരുന്നു. മുറിയിലിരുന്നിട്ട് എന്ത് ചെയ്യാനാന്നോ? പിന്നീട് പല്ലവിയുടെ അടുത്തേക്ക് വന്നു. പല്ലവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അതെ, കൈതവനത്തിലെ ഒരു കടം തീർക്കാനുണ്ട്. എന്ത് കടം? നമ്മുടെ ഒരു രാത്രിയാ പോയത് അറിയാലോ. അന്നത്തെ ആ രാത്രിയിൽ ആ ഇന്ദ്രൻ തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ. അത് കേട്ടപ്പം പല്ലവി ഒന്ന് പോസ് ചെയ്തു കേട്ടോ അവിടുന്ന്. പിന്നീട് പല്ലവിയെ ചേർത്ത് പിടിച്ച് ആ കട്ടിലേക്ക് കൊണ്ടിരുത്തി. അതെ, ഇന്നത്തെ ദിവസം നമ്മുടെയാണ് അറിയാലോ. ഇനി ആഹാരം മേടിക്കാൻ പോണമെന്നോർത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, വിശക്കുമ്പോൾ പോയി മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയെ ചേർത്ത് പിടിച്ച് സേതുവോടെ ഇരിക്കുക. ഇതേ സമയം മേലെടുത്ത വീട്ടില് ആഹാരമാണെങ്കിൽ ആർത്തിയോടെ കഴിക്കുവാണ് ശൈലജ ഇരുന്ന്. കാരണം കുറെ സമയമായി കഴിക്കാതിരുന്നിട്ട് അതിന്റെ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേണു വന്നു. വേണു വന്നിട്ട് അല്ല നീ കഴിക്കാൻ തുടങ്ങിയോ? അല്ല വേണുവായിട്ടും കഴിച്ചില്ലായിരുന്നോ? അതെങ്കിലും ആരെങ്കിലും വിളിച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വിശന്നാ പിന്നെ കണ്ണ് കാണത്തില്ലെന്ന് അറിയാലോ, അതുകൊണ്ട് ഞാൻ കഴിക്കാനും കൂടെ പോന്നു. അല്ല മയൂരിമോള് കഴിച്ചായിരുന്നോ? ആർക്കറിയാം, അവള് കഴിച്ചില്ലാന്ന് എനിക്ക് തോന്നേ. അവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കില്ലെന്നോ? അവളുടെ അമ്മയെ ഇറക്കി വിട്ടാന്റെ പ്രതിഷേധമല്ലേ, അതുകൊണ്ട് അവള് വരാത്തേന്ന് തോന്നേ. അല്ല നീ പോയി വിളിച്ചില്ലേ? ഞാനെങ്ങും വിളിക്കാൻ പോയില്ല. അപ്പോഴേക്കും വേണുവിന് ഭയങ്കര സങ്കടമായി. വേണു പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ലക്ഷ്മിയമ്മ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നുവാണ്. വേണുവേട്ട നല്ല കാര്യമായി. വേണുവേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. വേണുവേട്ടന് കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് മയൂരി അടുത്ത് വേണം. ദേ അച്ഛനും മോക്കും ഞാൻ തന്നെ ചോറ് വിളവി തരണം. പിന്നെ തോരനും മെഴുക്കുവരട്ടിയൊക്കെ
അതെ, ആ ചോറിനോട് അത്ര മുട്ടാതെ ഇത്രയും അങ്ങോട്ട് മാറ്റി വെക്കണം. പിന്നെ ഒഴിച്ചുകറിയൊക്കെ നിർബന്ധമാണ്. ആ, ഏത് ഒഴിച്ചുകറി ഉണ്ടെങ്കിലും മോരവസാനം വേണം താനും. പരിപ്പ് കറിയാണെങ്കിൽ ഇത്തിരി വെണ്ണയോ അങ്ങനെ നെയ്യോ എന്തേലും ഒരു കാര്യം വേണം താനും. ഇതൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. എന്നെ പക്ഷെ വേണുവേട്ടൻ ഇറക്കി വിട്ടില്ലേ. ഇനിയാണ് വേണുവേട്ടൻ പഠിക്കാൻ പോകുന്നത്. ഈ ലക്ഷ്മിയുടെ വില എന്താണെന്ന് അറിയാൻ പോകുന്നുള്ളൂ. പെട്ടെന്ന് വേണു നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. തന്റെ തോന്നലാന്ന് മനസ്സിലായി. തനിക്ക് ലക്ഷ്മി അവിടെ നിൽക്കുന്ന പോലെ തോന്നി. ലക്ഷ്മി പറയുന്ന പോലെ തോന്നുവാണ്. വേണുവിന് ഭയങ്കര ടെൻഷനായി. ആ സമയത്ത് ശൈലജ പറഞ്ഞു, അല്ല വേണുവേട്ടൻ കഴിക്കുന്നില്ലേ? അല്ല, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? നീ തന്നെയാണോ ഉണ്ടാക്കിയത്? ഞാനോ? നല്ല കഥയായി. ഇതൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണോ? പിന്നെ ആരാ ഉണ്ടാക്കിയത്? ഇതൊക്കെ ഈ തറ തുടയ്ക്കാനും വീട് വൃത്തിയാക്കാനും വരുന്ന അവരില്ലേ ആ ജാനു, അവരെ കൊണ്ട് ജയിച്ചാ. അതിനവർക്ക് വീറും വൃത്തിയൊക്കെ ഉണ്ടോ? അതൊക്കെ ആര് നോക്കുന്നു? ഇപ്പൊ തൽക്കാലത്തേക്ക് ആഹാരം കഴിച്ചാ പോരെ. എടി, നാഴെ അരിയിട്ട് കഞ്ഞി വെച്ചാ പോരെ നിനക്ക്? ഈ കറി എന്തേലും ആയ പോരെ? അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നോ? ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നോ? അതെ, ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ ചോറും കറിയൊക്കെ വെച്ച് വിളമ്പായിരുന്നു. അതിനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ എന്നെ ആ കൂട്ടത്തിലൊന്നും പെടുത്തണ്ട. അതും പറഞ്ഞുകൊണ്ട് ശൈലജ അങ്ങോട്ട് പോയി. വേണുവിന് അടി കിട്ടിയ പോലെയായി. വേണു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം മയൂരിയുടെ കാര്യം പോലും നോക്കുന്നില്ല. മയൂരിയെ പോലെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നില്ല. സ്വന്തം കാര്യം സിന്ദാബാദം പറഞ്ഞിട്ട് ശൈലജ നടക്കണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടം വരെ എത്തിച്ചേരുമെന്ന് വേണു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ശരിക്കും ലക്ഷ്മിയമ്മയുടെ വില വേണു മനസ്സിലാക്കാൻ തുടങ്ങി. ആ സമയം അച്ചു ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ജോലി കഴിഞ്ഞ ശ്രീഹരി അങ്ങോട്ട് വരുന്നേ. അച്ഛൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, അതെ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ട്. എന്താ ഈ അലസമായിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ അലസമായിട്ട്? ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന. എന്തിനാ അച്ചു വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വെറുതെ ആലോചിച്ച് കൂട്ടേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ ഋതുവിനെ കുറിച്ച് ആലോചിച്ചേ. ആ, കൊള്ളാം. ആ ചെകുത്താനെ പോലുള്ള ഒരുത്തിനെ കെട്ടിക്കഴിഞ്ഞപ്പോ തന്നെ അവളുടെ ജീവിതം തീർന്നില്ലേ. ഇനിയിപ്പൊ എന്താ ആലോചിക്കാനാ? എന്നാലും ശ്രീഹരി എന്നാലും ഇല്ല. അവളോട് 100 വട്ടം പറഞ്ഞു കൊടുത്തല്ലേ വേണ്ടാന്ന്. ഞാൻ സേതുവേട്ടന് പല്ലുവേച്ചി എല്ലാരും മാറി മാറി പറഞ്ഞല്ലേ, പൂർണ്ണ വരെ പറഞ്ഞല്ലേ, അവള് കേട്ടോ ഇല്ലല്ലോ. അപ്പൊ ഇന്ദ്രനെ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ അനുഭവിക്കട്ടെ എന്ന് പറയാ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് അവളുടെ കാര്യം ഓർത്തിട്ട്. ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? അതെ, ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് അവൾ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ദ്രൻ എന്തൊക്കെയോ ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഗുളിക കഴിക്കുന്നുണ്ടെന്നോ? അതെ, എന്ത് ഗുളികയാന്നും അറിയത്തില്ല. അപ്പോഴേക്കും ശ്രീഹരിക്കും ചില സംശയങ്ങളുണ്ടായി. അവളുടെ സ്വഭാവം അറിയാലോ. പണ്ട് തൊട്ട് അവൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ ആകാംക്ഷ ഉണ്ടെങ്കിൽ അവൾ അത് അറിഞ്ഞേ തീരുവുള്ളൂ. ഇപ്പൊ വീണ്ടും അതിന്റെ പിന്നാലെ പോകാൻ എനിക്കൊരു പേടിയുണ്ട്. മാത്രമല്ല, അവൾ എത്ര ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. സ്വന്തമായിട്ട് നിലപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ കുടുംബത്തില് നല്ല മെന്റൽ പവർ ഉള്ളവരായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം പോയി. വല്ലാത്തൊരു അവസ്ഥയിൽ അവള് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നേ. ദേ, ഒരു കാര്യം പറയാച്ചു, നീ നല്ല രീതിയിൽ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അവള് ഗർഭിണിയാന്നുള്ള കാര്യം മറക്കരുത്. അതൊക്കെ ഞാൻ നോക്കിയുള്ള ശ്രീഹരി. എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ അച്ചു പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഋതു ഡോക്ടറെ കർത്തയെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ കാണുന്ന സമയത്ത് കർത്ത ചോദിച്ചു, അല്ല ഇന്ദ്രിയത്തിന്റെ ആരാന്ന് പറഞ്ഞ ഭാര്യ? അല്ല, അപ്പൊ അയാളുടെ ഭാര്യ നേരത്തെ പല്ലവി ആയിരുന്നല്ലോ. അത് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് ഞാനും ഇന്ദ്രിയത്തുമായിട്ടുള്ള വിവാഹം നടന്നേന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കർത്ത ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞേരം. കാരണം ഇന്ദ്രിയത്തിനെ കുറിച്ച് എനിക്ക് അത്ര നന്നായിട്ടറിയാം. അയാളുടെ മനസ്സ് നിറയെ പല്ലവിയാണ്. അത് കേട്ടത് ഋതു ഒന്ന് ഞെട്ടി. അയാൾക്ക് അവളുടെ സാമീപ്യം വേണം. ഒരു പക്ഷേങ്കിൽ അവളുള്ള ചുറ്റുപാട് ജീവിക്കാനാണ് അയാൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പല്ലവിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണെങ്കിലും അത് അവന് പ്രധാനപ്പെട്ടാണ്. ഒരു കർച്ചീഫായാലും മതി. അതൊക്കെ അവന് വിലപിടിച്ച വസ്തുക്കളാണ്. അവന്റെ മനസ്സിൽ എപ്പോഴും അവള് മാത്രമേ ഉള്ളൂ. വേറൊരു പെണ്ണും ഉണ്ടാകാൻ പോകുന്നില്ല. അതെനിക്ക് പലപ്പോഴും മനസ്സിലായേക്കുന്ന കാര്യമാണ്. ഞാനാണല്ലോ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ പല്ലവിയായിട്ടുള്ള കഥകളൊക്കെ? അപ്പോഴേക്കും ഋതു ഒന്നും മിണ്ടിയില്ല. കാരണം ഋതുവിന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇത്ര പ്രശ്നക്കാരൻ ഇന്ദ്രൻ എന്നുള്ള കാര്യമൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയം ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ നേരത്തെ നിങ്ങൾ എന്നെ വന്ന് കാണുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനം. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ. അവനൊരു ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു മാനസിക രോഗി തന്നെയാണ്. ചില സമയത്ത് അവന് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. ചില സമയത്ത് അവൻ ഭയങ്കര വയലന്റ് ആവും. അങ്ങനെയൊക്കെയാണ്. സൂക്ഷിക്കണം നിങ്ങൾ പ്രഗ്നന്റും കൂടെ ആണെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്. അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാനെന്ന് പറയാ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഋതു നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.